അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ തമ്പനിയിൽ പറഞ്ഞേക്കുന്നത് പോലെ വാങ്ങുന്നതിന് മുമ്പ് തിരിച്ചറിയണം. നമുക്കെല്ലാം വളരെ സംശയമുള്ള ഒരു സംഭവമാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കണമോ, ഫസ്റ്റ് പാർട്ടി എടുക്കണമോ, സെക്കൻഡ് പാർട്ടി എടുക്കണമോ എന്നുള്ളത്. നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും തിരഞ്ഞെടുക്കുന്നത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് കൊണ്ട് നമുക്കുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഇത് പറയുന്നൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ തേർഡ് പാർട്ടി ഇൻഷുറൻസിൻ്റെ ലയബിലിറ്റി കവറേജ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യർക്ക് മാത്രമേ കിട്ടൂ, നമുക്ക് ഒന്നും കിട്ടില്ല. ലീഗലായിട്ടുള്ള എല്ലാ സഹായങ്ങളും കിട്ടുന്നത് തേർഡ് പാർട്ടിക്ക് മാത്രമായിരിക്കും. ഇത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പ്രയോജനം വരുന്നത് പൊതുഗതാഗത വകുപ്പിന് കീഴിലുള്ള വാഹനങ്ങൾക്ക്, പബ്ലിക്കായിട്ടുള്ള ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്കായിരിക്കും. ഇനി ഇത് പ്രധാനമായിട്ടും എല്ലാ രാജ്യങ്ങളിലും നിർബന്ധമാണ്. ഒരു വണ്ടിക്ക് നമ്മൾ ഇൻഷുറൻസ് പറയുമ്പോൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും മസ്റ്റായിട്ട് നമ്മൾ എടുക്കണം. ഇത് പ്രധാനമായും ബോഡി ഇഞ്ചുറി, ഡെത്ത്, മരണം, തേർഡ് പാർട്ടിക്കുള്ള ബോഡി ഇഞ്ചുറി, മരണം എന്നിവയ്ക്കാണ് കൂടുതലായിട്ട് പ്രയോജനം ചെയ്യുന്നത്. തേർഡ് പാർട്ടിയുടെ ഡാമേജ് മാത്രമേ, തേർഡ് പാർട്ടി മീൻസ് അന്യരുടെ മറ്റുള്ളവരുടെ ഡാമേജ് മാത്രമേ ഇത് പരിഹരിക്കൂ. എന്നുവെച്ചാൽ നമ്മുടെ സ്വന്തം കവറേജ് കിട്ടില്ല, ഡാമേജിന് കവറേജ് കിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാന ഗുണം, നമ്മളെല്ലാം സെലക്ട് ചെയ്യാനുള്ള പ്രധാന ഗുണമെന്ന് പറയുന്നത് ഇത് കോസ്റ്റ് എഫക്റ്റീവാണ്. അറിയാമല്ലോ, പ്രീമിയം വളരെ കുറവാണ്. ഓക്കെ, അതിനുശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിസി ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം ലിമിറ്റ് ബൈ പോളിസി ടേംസാണ്. പോളിസി ടേംസിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട മാക്സിമം എമൗണ്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സംശയമുള്ള തേർഡ് പാർട്ടി ഇൻഷുറൻസിനെ പറ്റി നമ്മൾ അറിഞ്ഞു വേണം വാങ്ങാനായിട്ട്. ഈ വീഡിയോ സഹായിച്ചെന്ന് കരുതുന്നു. താങ്ക് യു.